Hi, hello once again, welcome back to our channel c&svlog. ഇന്ന് നമ്മളൊരു ജേർണലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കോഫി തീമിലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സ്റ്റിക്കേഴ്സാണ് എടുക്കണേ. പിന്നെ നേരത്തെ തന്നെ ഞാൻ കോഫി പൗഡർ വെച്ചിട്ട് ഒരു വിൻറ്റേജ് പേപ്പർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബ്രൗൺ പേപ്പർ ഉണ്ടല്ലോ, അതെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഗ്രീൻ കളറിലെയും ബ്ലാക്ക് കളറിലെയും മാർക്കർ പെൻ എടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു കോഫി തീമിലുള്ള ജേർണൽ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഒരുപാട് പേര് ഈ ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിക്കേഴ്സും അതുപോലെ പാറ്റേൺ പേപ്പേഴ്സൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്നവരുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ഹാൻഡ് മെയ്ഡ് ആയിട്ടാണെങ്കിൽ കാണാനായിട്ട് കുറച്ചുകൂടി ഭംഗിയും ഉണ്ടാവും കേട്ടോ. ആദ്യം ആ ഒരു വിൻറ്റേജ് പേപ്പറിൽ നിന്നായിട്ട് നമ്മൾ 2 പീസ് ഇതുപോലെ കീറിയെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു കോഫി ബീൻസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 പീസ് ഇതുപോലെയാണ് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ ബാക്കി കുറച്ച് പേപ്പർ ഉണ്ട്, അതും ഈ ഒരു ജേർണലിന് വേണ്ടി തന്നെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മളൊരു ബ്രൗൺ പേപ്പറാണ് എടുക്കുന്നത്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ അതൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിനായിട്ട് ചെറിയ സർക്കിൾ ഷേപ്പിലൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ ഫെവിക്കോളിൻ്റെ അടുപ്പുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ആ ഒരു ബ്രൗൺ പേപ്പർ കളയാറായിട്ടില്ല, നമുക്കൊരു കാര്യവും കൂടി വേണം കേട്ടോ. അപ്പോൾ ഇവിടെ ആയിട്ട് കുറച്ച് സ്പേസ് ഉണ്ടല്ലോ, അവിടെ ഞാൻ കോഫി എന്നൊന്ന് എഴുതിയെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ബ്രൗൺ കളറിലെ മാർക്കർ പെൻ വെച്ചിട്ട് തന്നെ ഒന്ന് എഴുതിയെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബ്ലാക്ക് കളർ പെൻ വെച്ചിട്ട് എഴുതിയാലും മതി കേട്ടോ. പിന്നെ ആദ്യം ഞാനൊരു ഗ്രീൻ കളറിലെ മാർക്കർ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ഇതിന് മുകളിൽ കൂടി നമ്മളൊന്ന് എഴുതിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എഴുതിയിട്ട് കട്ട് ചെയ്തെടുത്തേക്കണേ. ഇനി ആ ഒരു വിൻറ്റേജ് പേപ്പർ ഒട്ടിച്ച് കൊടുത്തിട്ടില്ലേ, അതിനിടയിലായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടല്ലോ, അവിടെ ആയിട്ട് നമുക്ക് ഈ ഒരു കോഫീന്ന് എഴുതിയേക്കുന്നത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പോഴത്തെ സൈഡിലായിട്ട് കംപ്ലീറ്റ് ആ ഒരു സ്റ്റിക്കേഴ്സ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് അവിടെയോട്ടേക്ക് ആയിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെ നമ്മളൊന്ന് വെച്ച് നോക്കുന്നുണ്ട്. പിന്നെ ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ സ്റ്റിക്കേഴ്സ് ഒട്ട് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കിട്ടിയേക്കണേ. ഇനിയിപ്പോൾ നേരത്തെ നമ്മളെടുത്ത വിൻറ്റേജ് പേപ്പറിൽ കുറച്ച് പീസ് ബാക്കി ഉണ്ടായിരുന്നല്ലോ, അതെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബ്ലാക്ക് കളറിലെ മാർക്കർ പെൻ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് കോഡ്സ് എഴുതിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മോട്ടിവേഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കോഡ്സൊക്കെ ഒന്ന് എഴുതി കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ദിവസത്തെ കാര്യങ്ങൾ നമ്മൾ ജേർണൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് നമുക്ക് ഇതുപോലെ ഒരു കോട്ടായിട്ട് എഴുതിയെടുക്കാം കേട്ടോ. പിന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതുപോലെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കീറിയിട്ട് തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് ബി ഹാപ്പി, ബി ബ്രൈറ്റ്, ബി യു, ആ 3 കോഡ്സാണ് കേട്ടോ. ഇനി ആ ഒരു സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കൊടുത്തിട്ടില്ലേ, അവിടെ ആയിട്ട് നമ്മൾ ഈ ഒരു കോഡ്സ് കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ റൗണ്ട് ഷേപ്പിൽ ബ്രൗൺ പേപ്പറിൽ നിന്ന് നമ്മൾ കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് ആ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് കളർ മാർക്കർ പെൻ വെച്ചിട്ട് ആ ഒരു വിൻറ്റേജ് പേപ്പറൊക്കെ ഒട്ടിച്ച് കൊടുത്തില്ലേ, അതിൻ്റെ സൈഡിലായിട്ട് നമ്മളിങ്ങനെ കുറച്ച് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്രൗൺ പേപ്പറിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ജേർണൽ കുറച്ചുകൂടി ഒന്ന് അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ദിവസത്തെ ജേർണലിംഗ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നതെന്നുള്ളത് നമുക്ക് അവിടെ ചെറിയ പോയിൻ്റ് ആയിട്ടൊന്ന് എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്കുള്ളതാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനായിട്ടുള്ളതെന്ന് ഒന്ന് ഷോർട്ടായിട്ടൊക്കെ എഴുതി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ആ ഒരു വിൻറ്റേജ് പേപ്പർ ഒട്ടിച്ച് കൊടുത്തിട്ടില്ലേ, അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഷോർട്ടായിട്ടൊന്ന് എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ എഴുതിയതൊന്നും കാണിക്കാനുള്ള അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജേർണലാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായില്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്
സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അതൊരിക്കും ടാറ്റ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.